ഹലോ ഫാമിലി, നമ്മളെല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ചേന്ദമംഗലം കൊലക്കേസ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആകെ ഞാൻ അറിഞ്ഞത് ഇൻസ്റ്റയിൽ ആ ഒരു കുഞ്ഞിൻ്റെ ഒരു കരച്ചിൽ കണ്ടു. അപ്പോഴാണ് ഇതെന്താ സംഭവം എന്ന് നോക്കിയിട്ട് അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, അമ്മേ അമ്മയെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഞാൻ പോയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഈ വീഡിയോ കണ്ടത്. അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ ന്യൂസിൽ കണ്ട കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ കാണിക്കാം കേട്ടോ. നിങ്ങൾ ആദ്യം അതൊന്ന് കാണണം. കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം കേട്ടോ. ഇതൊന്ന് കാണട്ടോ. ചേന്ദമംഗലത്ത് 3 പേരുടെ കൊലപാതകം നടന്നത്. 4-മനായ ജിതിൻ ബോസ് ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ജിതിന്റെ ആരോഗ്യാവസ്ഥയിൽ ചെറിയ പുരോഗതിയുണ്ട്. ചോദ്യം ചെയ്തപ്പോഴൊക്കെ ഋതുവിന് ഒരു പശ്ചാത്താപവും ഇല്ല ഈ കൊലയിൽ എന്നാണ് ഋതു പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഋതു ജയനെ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്ന് ഋതു എടുത്തു പറഞ്ഞൊരു കാര്യം, താൻ ജിതിൻ ബോസിനെ ആക്രമിക്കാനായിട്ടാണ് അവിടെ എത്തിയതെന്നാണ്. ജിതിൻ ബോസിനെ കൊല്ലുക എന്ന് തന്നെയായിരുന്നു ലക്ഷ്യം. തന്നെ മുന്നിൽ നിന്ന ആളുകളെയൊക്കെ അടിച്ചു വീഴ്ത്തുകയായിരുന്നു. ജിതിൻ മരിക്കാത്തതിൽ തനിക്ക് നിരാശയുണ്ടെന്നും തെളിവെടുക്കാൻ കൊണ്ടുവന്നിരിക്കണം കേട്ടോ ആ നാറിനെ. അങ്ങനെ തന്നെ പറയുന്നുള്ളൂ. അവൻ അതില് ഈ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ പറയുന്നുണ്ട്, മുന്നിൽ വന്നവരെ അവൻ തട്ടി മാറ്റുകയേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വെട്ടിമാറ്റി എന്നാ ഉദ്ദേശം, വെട്ടിമാറ്റിയുള്ളൂ. അവന്റെ ഉദ്ദേശം ആ ജിതിൻ എന്ന് പറയുന്ന വ്യക്തി, ഇപ്പോൾ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന ജിതിനായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. എടാ മാറി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിന്നോട്. നീ ചുമ്മാ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ തട്ടി മാറ്റി എന്നുള്ളത്. ആ കുഞ്ഞിന്റെ കരച്ചിലിന്റെ ഒരു ശാപമില്ലേ, അത് നിന്റെ മേത്തുനിന്ന് മാറത്തില്ല. പിന്നെ നമ്മുടെയൊക്കെ ഗതികേടാണ് ഇങ്ങനെ ഇരുന്ന് ഏതെങ്കിലും ഒരു ചാനലിന്റെ മുമ്പിൽ ഇരുന്ന് പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിലിരുന്ന് പ്രതികരിക്കാനേ നമ്മുടെ കേരളത്തിൽ പറ്റുന്നുള്ളൂ. അതേസമയം ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ഖത്തറിലോ സൗദിയിലൊക്കെ ആയിരുന്നില്ലേ ഇവൻ ഇങ്ങനെ പറയാനുള്ള ധൈര്യം പോലും കാണിക്കത്തില്ല. അവൻ ഭയങ്കര അഭിമാനത്തോടെ പറയുവാണ്, എൻ്റെ ലക്ഷ്യം ജിതിനായിരുന്നു, അവൻ മരിക്കാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. അത് കേട്ടോണ്ടിരിക്കുന്ന ഈ കാക്കിയിട്ട പോലീസുകാരുടെ അവസ്ഥ ഒന്ന് തൊടാൻ പറ്റുമോ? ഒന്ന് തൊടാൻ പറ്റുമോ? നല്ല മിടുക്കനായിട്ട് അവൻ മുടി നേരെ വെച്ച് വന്നേക്കുവാണ്. എന്തെന്നാണ് അതിനെ പറയുന്നത്, സ്പൈക്കോ? നല്ല സെറ്റ് ചെയ്ത് ജെല്ലൊക്കെ ഇട്ട് നല്ല മിടുക്കനായിട്ട് വന്നേക്കാം അവൻ്റെ. എന്നിട്ട് അവൻ്റെ കോപ്പില മുഖം മറക്കല്. എങ്ങനെ മുഖം മറക്കും? എൻ്റെ പൊന്നു നാട്ടുകാരെ, ഈ നാറിയൊക്കെ ജാമ്യം കിട്ടി ഇറങ്ങുവേ അല്ലെങ്കിൽ ഓരോ ദിവസത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിയമം കയ്യിലെടുക്കാതെ വയ്യ ആ അവസ്ഥയാണ്. കാരണം ഉള്ളിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും നമ്മളുടെ ബഹുമാനപ്പെട്ട കോടതി ആയാലും പോലീസുകാരാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലാണെങ്കിലും ചിന്തിക്കണ്ടാവും, ഈ നാട്ടുകാർക്ക് എടുത്തിട്ട് ഒരു 10-20 നാട്ടുകാർ എടുത്തിട്ട് ഇവനങ്ങോട്ട് കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ. കാരണം അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ നാട് ഇങ്ങനത്തെ ഒരു നാടായിപ്പോയി. ആ കുഞ്ഞിൻ്റെ കരച്ചിലുണ്ടല്ലോ, മനസ്സിൽ നിന്ന് മാറാം. ഉള്ളി ഞാൻ ചോദിച്ചു, ദൈവമേ ആ കൊച്ചിനെ ഒന്ന് നമുക്കൊന്ന് ചേർത്ത് പിടിക്കാൻ തോന്നും. അമ്മയെന്ന് പറഞ്ഞ ഉള്ള കരച്ചിൽ മനസ്സിൽ നിന്ന് മാറത്തില്ല. ആ വീഡിയോ ഞാൻ പിന്നീട് കാണാത്തവർക്കായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് കണ്ടില്ല. കാരണം നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആ വീഡിയോ കണ്ടവർക്ക് മാത്രമേ ഇവനോട് ഇങ്ങനെ ഒരു പ്രതികാരം അവനിരുന്ന് പറയുക. എനിക്ക് കൊല്ലാത്തതിൽ സങ്കടമുണ്ട്. അതായത് അതിലൊരു ഭീഷണിയും കൂടി ഉണ്ട്. ഇവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ബാക്കി നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ അപ്പനാന്ന് തോന്നുന്നു, ആ ബാക്കി നിൽക്കുന്ന ആ ജീവനും കൂടി ഇവൻ എടുക്കും എന്നൊരു ഭീഷണി കൂടി അതിലുണ്ട്. മനസ്സിലായോ? ഇത് മിടുക്കനായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നേ. എൻ്റെ പൊന്നു കേരള പോലീസേ, എനിക്ക് തോന്നുന്നത് നിങ്ങൾ കൈ കിട്ടിയപ്പോൾ നല്ലോണം കൊടുത്തിട്ടുണ്ടാവും തോന്നുന്നത്. എന്നാലും ഈ പബ്ലിക്കിന്റെ മുമ്പിൽ ഈ പ്രാന്തന്മാരെയൊക്കെ പ്രാന്തനായിട്ട് തന്നെ കൊണ്ടു നിർത്തണം എന്നാണ് പറയുന്നത്. ഇങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ പറയുന്നത് യൂട്യൂബ് ചാനലുള്ളവർ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായിക്കോട്ടെ ആവാത്തവരായിക്കോട്ടെ, ഇങ്ങനെയെങ്കിലും നമ്മൾ പ്രതികരിക്കണം. എന്നെങ്കിലും നമ്മുടെ നാടും നന്നായാലോ എനിക്ക് തോന്നണല്ലോ കേട്ടോ. എനിക്കിപ്പോൾ തന്നെ 41 വയസ്സായി. 41 വർഷമായിട്ട് നന്നായിട്ടില്ല. പക്ഷെ ഒരിക്കൽ ഈ കേരളം ഇതുപോലെയുള്ള പ്രാന്തന്മാർക്കെതിരെ ശക്തമായ നിയമം വരും. ഒന്നുമില്ല, കൊലപാതകം ചെയ്തവരെ കൊല ചെയ്തിരിക്കണം. കുഞ്ഞുങ്ങൾക്കെതിരെയും മറ്റുള്ളത് എന്തോ ആയിക്കോട്ടെ, കുഞ്ഞുങ്ങൾക്കെതിരെ ചെയ്യുന്ന അതിക്രമങ്ങൾ ചെയ്യുന്നവരെയൊക്കെ ഒരു നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പേ കട്ട് ചെയ്ത് കളയാനുള്ള നിയമം വരണം. കോടതിയിൽ മുമ്പേ ഈ ജാമ്യാപേക്ഷക്കൊക്കെ കൊണ്ടുപോകില്ലേ, അതിന് മുമ്പേ കട്ട് ചെയ്ത് കളയണ നിയമം വരണം. മനസ്സിലായോ? എന്താണ് ഈ അവസ്ഥ? എന്ത് വൃത്തിയായിട്ട് അവൻ വന്നേക്കണം. നിങ്ങൾ ന്യൂസ് കണ്ടോ? ഞാനിപ്പോൾ ഈ ലൈവ് ഇടുന്നതും അപ്പം തന്നെ, ലൈവ് അല്ല ഈ വീഡിയോ ഇടുന്നതും അപ്പം തന്നെ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ആ ന്യൂസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കും, ഒന്ന് കണ്ടു നോക്കട്ടോ ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്നുള്ളത്. എല്ലാ ന്യൂസുകാരും ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് പോയി കണ്ടു നോക്ക്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യുകയാണ്. നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. അന്ന് ആറി പറയുന്നുണ്ട് ചാനലുകാരുടെ മുമ്പിൽ. എൻ്റെ പൊന്നെ റിപ്പോർട്ടർമാർ ഇപ്പോൾ ഈ ഏഷ്യാനെറ്റുകാരോ ആരൊക്കെ ഉണ്ടെങ്കിൽ ആ മൈക്കും കൂടി തലക്കൊറം കൊടുക്കുമാരൊക്കെ, അങ്ങനെയെങ്കിലും നമുക്കൊരു സന്തോഷം കിട്ടും. നാറികൾ